കേരളത്തിലുള്ള ഒരുപാട് ചെറുപ്പക്കാർക്ക് ഇന്ന് പേടിയാണ് എന്താ പറയുക കല്യാണം കഴിക്കാൻ. കാരണം എന്താ പറയുക, അതായത് വരാൻ പോണ കുട്ടി എങ്ങനെയാവും, അതായത് ഇത്രയും കാലം പ്രത്യേകിച്ച് ആൺകുട്ടികൾ, പെൺകുട്ടികൾക്കും ഉണ്ടാവും ഈ ഒരു ഇടങ്ങേറ്. സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത്രയും കാലം ഇങ്ങനെ ഒറ്റയ്ക്ക് നടന്ന് ഒരു പുതിയൊരു ലൈഫിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരുപാട് ടെൻഷനുകൾ അനുഭവിച്ച ആളുകൾക്ക് അറിയാൻ പറ്റും. എനിക്ക് തന്നെ അറിയാം, നമ്മളൊരു 3-4 സുഹൃത്തുക്കൾ ഒരു കല്യാണത്തിൻ്റെ സമയത്ത് എന്നെ വിളിച്ച്, അതായത് വീട്ടിലേക്ക് വന്ന് വിളിച്ചുകൊണ്ട് ഭയങ്കര ഒരുമാതിരി ഒരു ഡിസ്കംഫോർട്ട് കൂടി സംസാരിച്ചിട്ടുണ്ട്. സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതേ കേസ് പെൺകുട്ടികൾക്ക് ഉണ്ടാവും. കാരണം ഇത്രയും നാളത്തെ ഒരുപാട് സംഭവങ്ങളൊക്കെ ഇതാവുമല്ലേ. പക്ഷേ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ എത്ര പുണ്യമായിട്ടുള്ള ബന്ധങ്ങളാണെങ്കിൽ പോലും നമ്മൾ കല്യാണം കഴിക്കാൻ പോകുന്ന നമ്മളെ പാർട്ണർ ഉണ്ടല്ലോ, ആണാണെങ്കിൽ പെണ്ണിനും പെണ്ണാണെങ്കിൽ ആണിനും, ആ ഒരു പാർട്ണർഷിപ്പിൽ 2 പേർക്കും ജോലിയൊക്കെ ഉണ്ടെങ്കിൽ എന്തോ രസമായിരിക്കും. അതായത് 2 പേരും പ്രൊഫഷണലി നല്ല ഇതായിക്കൊണ്ടൊക്കെ ഉള്ള റിലേഷൻഷിപ്പ് ആണെങ്കിൽ 2 പേർക്കും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് പരസ്പരം സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഒന്നും, അതായത് ഒരു പണ്ടത്തെ കാലത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആണ് ഇങ്ങനെ നയിക്കുന്നു, പെണ്ണിങ്ങനെ ഇതാവണു, അല്ലെങ്കിൽ പെണ്ണുങ്ങൾ വീട്ടിൽ ആണുങ്ങൾ പുറത്ത്. ഇത് 2 പേരും ഒരുമിച്ചൊക്കെ ഇങ്ങനെ പോവാണ്. നല്ല രസമായിട്ടുള്ളൊരു റിലേഷൻഷിപ്പ് ആയിരിക്കും അത്, അല്ലേ? അതായത് ഒരു കൈൻഡ് ഓഫ് മാരേജ് ഫോബിയ, അല്ലേ? ഇല്ല, ശരിക്കും അങ്ങനല്ലേ ഒരു പരിപാടി ഇല്ലത്. ഞങ്ങളൊന്ന് ആലോചിച്ച് നോക്കി.